6ാം ക്ലാസ്സിലെ ഫസ്റ്റ് മിഡ് ടേം എക്സാമിനേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ വർഷം മാറി വന്ന പുസ്തകമാണ് 6ാം ക്ലാസ്സിലേത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും പുതിയ രൂപത്തിലാണ് ഉള്ളത്. 2.25 മണിക്കൂറാണ് പരീക്ഷാ സമയം. ഈ നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കുക. ഇതിൽ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. പാഠപുസ്തകം കൃത്യമായി പഠിച്ചാൽ മുഴുവൻ ചോദ്യങ്ങൾക്കും ശരിയായി ഉത്തരം എഴുതാൻ കഴിയും. ഒന്നാമത്തെ ചോദ്യം, നുഅദ്ദുൽ ബയാന, നമുക്കൊരു വിവരണം തയ്യാറാക്കാം. ബി മുസാഅദത്തിൻ നിഖാത്ത്, പോയിന്റുകളുടെ സഹായത്തോടെ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഖുതുബ് മിനാറിന്റെ ചിത്രമാണുള്ളത്. ഇതിനെക്കുറിച്ചൊരു വിവരണമാണ് തയ്യാറാക്കേണ്ടത്. കൂടുതലൊന്നും വേണ്ട, 2-3 വരിയിലുള്ള ഒരു വിവരണം. അതിനുവേണ്ടി കുറച്ച് ഹിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വായിച്ചു നോക്കാം. മനാറത്ത് ഖുതുബ്, ഇതിന്റെ പേരെന്താണ്? മനാറത്ത് ഖുതുബ്, ഖുതുബ് മിനാർ. വിജഹത്തുൻ സിയാഹിയത്തുൻ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസ്. വിജഹത്തുൻ സിയാഹിയ, ടൂറിസ്റ്റ് സ്പോട്ട്, ഒരു വിനോദസഞ്ചാര കേന്ദ്രം. ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ. ഇത് ഇന്ത്യയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഡൽഹി, ഡൽഹിയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഖുതുബുദ്ദീൻ ഐബക്, ഇദ്ദേഹമാണ് ഈ മിനാരം നിർമ്മിച്ചിരിക്കുന്നത്. ഈ പോയിന്റുകളൊക്കെ വെച്ചുകൊണ്ട് ഇതെങ്ങനെ ഒരു വിവരണമാക്കാമെന്ന് നോക്കാം. ഹാദിഹി മനാറത്ത് ഖുതുബ്, ഇത് ഖുതുബ് മിനാറാണ്. ഹിയ വിജഹത്തുൻ സിയാഹിയത്തുൻ ഫിൽ ഹിന്ദി, അത് ഇന്ത്യയിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, വിനോദസഞ്ചാര കേന്ദ്രമാണ്. തഖൗ ഫി ഡൽഹി, ഡൽഹിയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. തഖൗ, സ്ഥിതി ചെയ്യുന്നു. ബനാഹു അസുൽത്താൻ ഖുതുബുദ്ദീൻ ഐബക്, സുൽത്താൻ ഖുതുബുദ്ദീൻ ഐബക്കാണിത് നിർമ്മിച്ചത്. യസൂറുഹ കസീറും മിനസ് സയ്യാഹീൻ, ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ സന്ദർശിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ബയാൻ നമുക്ക് തയ്യാറാക്കാം. അടുത്ത ചോദ്യം, ഇവിടെ ഔ എന്നിട്ടിരിക്കുന്നത് കാണാം. ഔ എന്നാൽ ഓർ, അല്ലെങ്കിൽ എന്ന്. അതായത് ഒന്നുകിൽ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യത്തിൽ എ എന്ന ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാം, അല്ലെങ്കിൽ ബി എന്ന ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാം. ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി, രണ്ടും എഴുതേണ്ടതില്ല. രണ്ടും എഴുതിയാലും 1ന്റെ മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. രണ്ടാമത്തെ ബി ചോദ്യം എന്താണെന്ന് നോക്കാം. നുഅദ്ദു മുദക്കിറത്തുർ റിഹ്ല, ബി ചോദ്യം എന്താണെന്ന് നോക്കാം. നുഅദ്ദു മുദക്കിറത്തുർ റിഹ്ലത്തി, ഒരു യാത്രാക്കുറിപ്പ് തയ്യാറാക്കണം. ഏത് യാത്രാക്കുറിപ്പാണ്? എങ്ങോട്ടേക്ക് പോയ യാത്രാക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്? ഇലൽ ഖറിയത്തി, ഗ്രാമത്തിലേക്ക് പോയ യാത്രാക്കുറിപ്പ് തയ്യാറാക്കണം. ബി മുസാഅദത്തി സുവരി, ചിത്രങ്ങളുടെ സഹായത്തോടെ. വൽ അഫ്ആലി, ഫിഅലുകളുടെയും ചിത്രങ്ങളുടെയും സഹായത്തോടെ ഒരു ഗ്രാമത്തിലേക്ക് പോയ ഒരു യാത്രാക്കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. ചിത്രങ്ങൾ ഇവിടെയുണ്ട്, ഫിഅലുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഫിഅലുകളുടെയും ചിത്രങ്ങളുടെയും സഹായത്തോടെയാണ് യാത്രാക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ചിത്രങ്ങളിൽ എന്താണുള്ളത്? ഒന്നാമത്തെ ചിത്രം ഒരു വയലാണ്. അടുത്ത ചിത്രം ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികൾ കളിക്കുന്നു. പിന്നെ ഒരു കുട്ടി കുളിക്കുന്നു പുഴയിൽ. ഒരു കാറ്, വൈകുന്നേരം കാറ് പോകുന്ന ചിത്രമാണ്. കുട്ടികൾ കോഫി ഷോപ്പിൽ നിന്നും കോഫി കുടിക്കുന്നു. ഇതാണ് ചിത്രങ്ങൾ. ഇനി അഫ്ആൽ എന്തൊക്കെയാണെന്ന് നോക്കാം. റഅയ്തു, ഞാൻ കണ്ടു. സബഹ്തു, ഞാൻ നീന്തി. ശരിബ്തു, ഞാൻ കുടിച്ചു. ലഇബ്തു, ഞാൻ കളിച്ചു. ഷാഹത്തു, ഞാൻ കണ്ടു. ഈ വാക്കുകളൊക്കെ വെച്ചുകൊണ്ട് ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് നമുക്കൊരു യാത്രാക്കുറിപ്പ് തയ്യാറാക്കാം. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ദഹബ്തു മഅ അസ്തിഖാഇ ഇലാ ഖറിയത്തിൻ ജമീലത്തിൻ, ഞാൻ കൂട്ടുകാരോടൊപ്പം ഭംഗിയുള്ളൊരു ഗ്രാമത്തിലേക്ക് പോയി. ദഹബ്തു, ഞാൻ പോയി. മഅ അസ്തിഖാഇ, എൻ്റെ കൂട്ടുകാരോടൊപ്പം. ഇലാ ഖറിയത്തിൻ ജമീലത്തിൻ, ഭംഗിയുള്ള ഒരു ഗ്രാമത്തിലേക്ക്. റഅയ്തു ഫിഹ ഹഖലൻ വാസിഅൻ, അവിടെ ഞാൻ ഒരു വിശാലമായ വയല് കണ്ടു. റഅയ്തു, ഞാൻ കണ്ടു. ഫിഹ, അവിടെ. ഹഖലൻ വാസിഅൻ, വാസിഅൻ വിശാലമായ ഒരു ഹഖൽ, ഒരു വയല് ഞാൻ കണ്ടു. ഷാഹത്തുൽ മുസാരിഈന യഅമലൂന ഫിൽ ഹഖലി, കർഷകർ വയലിൽ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടു. ഷാഹത്തു, ഞാൻ വീക്ഷിച്ചു, ഞാൻ കണ്ടു. അൽ മുസാരിഈന, കർഷകരെ. യഅമലൂന, ജോലി ചെയ്യുന്ന. ഫിൽ ഹഖലി, ആ വയലിൽ ജോലി ചെയ്യുന്ന കർഷകരെ കണ്ടു. വകാന ഹുനാക മൽഅബുൻ ഫിൽ ഖറിയത്തി, ആ ഗ്രാമത്തിൽ ഒരു മൽഅബ് ഉണ്ടായിരുന്നു.
വക്കാന ഹുനാക്ക അവിടെ ഉണ്ടായിരുന്നു മൽഅബുൻ ഒരു ഗ്രൗണ്ട്. മൽഅബ് മീൻസ് ഗ്രൗണ്ട്. ഫിൽ ഖറയത്തി ആ ഗ്രാമത്തിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ലഅബ്ന ഫീഹി ഖുറത്തൽ ഖദം ഞങ്ങൾ അവിടെ ഫുട്ബോൾ കളിച്ചു. ലഅബ്ന ഞങ്ങൾ കളിച്ചു ഫീഹി ആ ഗ്രൗണ്ടിൽ ഖുറത്തൽ ഖദം ഫുട്ബോൾ. ബഅദൽ ലഅബി കളിക്ക് ശേഷം സബഹ്ന ഫിൽ ജദ്വലി ഞങ്ങൾ അരുവിയിൽ കുളിച്ചു, അരുവിയിൽ നീന്തി. സുമ്മ ശരിബ്ന അൽ ഖഹവത മിനൽ മഖഹ പിന്നെ കോഫി ഷോപ്പിൽ നിന്നും കോഫി കുടിച്ചു. ശരിബ്ന ഞങ്ങൾ കുടിച്ചു അൽ ഖഹവത കോഫി മിനൽ മഖഹ കോഫി ഷോപ്പിൽ നിന്നും. വഫിൽ മസായി വൈകുന്നേരം റക്കിബ്ന അസ്സയ്യാറത്ത ഞങ്ങൾ കാറിൽ കയറി വറജാന എന്നിട്ട് മടങ്ങി. ഇങ്ങനെ ഒരു കുറിപ്പ്, യാത്രാക്കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. ഇവിടെ ദഹബ്തു. അടുത്ത ചോദ്യം, നഖ്റഉൽ ബയാൻ വ നുജീബു ഹസബൽ ഇർഷാദാത്ത്. ഈ ബയാൻ, ഈ വിവരണം വായിച്ചു നോക്കാം. എന്നിട്ട് ഇർഷാദാത്ത് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതാം. നഖ്റഉൽ ബയാന ബയാൻ വായിക്കാം, വ നുജീബു എന്നിട്ട് ഉത്തരം എഴുതാം, ഹസബൽ ഇർഷാദാത്ത് നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച്. ആദ്യം ബയാൻ വായിച്ചു നോക്കാം, എന്നിട്ട് ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. സാഫറ ഷമീലുൻ മഅ ഉസ്റത്തിഹി ഇലാ മിസ്റ. ഷമീൽ തന്റെ കുടുംബത്തോടൊപ്പം ഈജിപ്തിലേക്ക് യാത്ര ചെയ്തു. സാഫറ ഷമീലുൻ ഷമീൽ യാത്ര പോയി. മഅ ഉസ്റത്തിഹി തന്റെ കുടുംബത്തോടൊപ്പം ഇലാ മിസ്റ ഈജിപ്തിലേക്ക്. കാന ഫരിഹൻ ജിദ്ദൻ അവൻ വളരെയധികം സന്തോഷവാനായിരുന്നു. ശഅറ അന്ന ദാലിക സബാഹ അക്സറ ജമാലൻ ആ പ്രഭാതം കൂടുതൽ ഭംഗിയുള്ളതായിട്ട് അവന് തോന്നി. ലി അന്നഹു കാരണം അവൻ അവ്വലു മറത്തിൻ ആദ്യമായിട്ടാണ് യുസാഫിറു ഫി ത്വാഇറത്തി ത്വാഇറത്തിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. ത്വാറത്തി ത്വാഇറത്തു വിമാനം പറന്നു. ഫൗക്കൽ ജിബാലി മലകൾക്ക് മേലെ കൂടെ, വൽ അൻഹാരി പുഴകൾക്ക് മേലെ കൂടെ, വൽ ഗാബാത്തി കാടുകൾക്കും, വൽ ബിഹാരി കടലുകൾക്കും മേലെ കൂടെ വിമാനം പറന്നു. അങ്ങനെ ഹബത്തത്ത് ത്വാഇറത്തു ഫി മതാരിൽ ഖാഹിറ വിമാനം കൈറോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഹബത്ത ലാൻഡ് ചെയ്തു, ഇറങ്ങി. അത്വാഇറത്തു വിമാനം ഫി മതാരിൽ ഖാഹിറ കൈറോ എയർപോർട്ടിൽ. അൽ ഖാഹിറ അൽ ഖാഹിറത്തു ഹിയ ആസിമത്തു മിസ്ർ ഈജിപ്തിന്റെ തലസ്ഥാനമാണ് അൽ ഖാഹിറ. അവിടെ ഇറങ്ങി. ദഹബു ഇലൽ ഫുന്ദുഖി അവർ ഹോട്ടലിലേക്ക് പോയി. ഫി സയ്യാറത്തിൽ ഉജ്റ ടാക്സി കാറിൽ ഒരു ടാക്സി പിടിച്ച് ഹോട്ടലിലേക്ക് പോയി. വഹജസ ലഹും അൽ മുവല്ലഫു ഗുർഫത്തൽ ആയിലത്തി ഫി ദൗരിൽ ഖാമിസ് അവിടെയുള്ള ഹോട്ടലിലുള്ള മുവല്ലഫ് അവർക്ക് വേണ്ടി 5-ാം നിലയിൽ, ഹോട്ടലിന്റെ 5-ാം നിലയിൽ ഒരു ഫാമിലി റൂം ബുക്ക് ചെയ്തു. ഹജസ ബുക്ക് ചെയ്തു, റിസർവ് ചെയ്തു. ലഹും അവർക്ക് വേണ്ടി. അൽ മുവല്ലഫ് ആരാണ് ബുക്ക് ചെയ്തത്? മുവല്ലഫ് ഉദ്യോഗസ്ഥൻ, അവിടെയുള്ള ഹോട്ടലിലുള്ള ഉദ്യോഗസ്ഥൻ. ഗുർഫത്തുൽ ആയിലത്തി ഒരു ഫാമിലി റൂം ബുക്ക് ചെയ്തു. ഫിദ് ദൗരിൽ ഖാമിസ് 5-ാം നിലയിൽ. അദ്ദൗറുൽ ഖാമിസ് മീൻസ് 5th ഫ്ലോർ, 5-ാം നില. 5-ാം നിലയിൽ റൂം ബുക്ക് ചെയ്തു. ഇതാണ് ബയാൻ. ഇനി ഇതിലുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ പാഠപുസ്തകത്തിലുള്ള അതേ പാരഗ്രാഫ് തന്നെയാണ് അല്ലെ? പാഠപുസ്തകം വായിച്ചാൽ വളരെ എളുപ്പമാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതാൻ. നുജീബ് അനിസ് സുആൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. കൈഫ ദഹബ ഷമീലുൻ ഇലൽ ഫുന്ദുഖി എങ്ങനെയാണ് ഷമീൽ ഹോട്ടലിലേക്ക് പോയത്? കൈഫ ദഹബ എങ്ങനെയാണ് പോയത്? ഷമീൽ എങ്ങനെയാണ് പോയത്? ഇലൽ ഫുന്ദുഖി ഹോട്ടലിലേക്ക് എങ്ങനെയായിരുന്നു പോയത്? ടാക്സിയിലാണ് പോയത് എന്നിവിടെ പറയുന്നുണ്ട്. ദഹബു ഇലൽ ഫുന്ദുഖി ഫി സയ്യാറത്തിൽ ഉജ്റ അവർ ടാക്സിയിൽ ഹോട്ടലിലേക്ക് പോയി. ഈ സെന്റൻസ് അതേപോലെ എഴുതിയാൽ ഉത്തരമാകുമോ? ഇല്ല. ഉത്തരം ചോദ്യം എങ്ങനെയാണോ ഉള്ളത് അതേപോലെ വേണം ഉത്തരം എഴുതാൻ. ചോദ്യത്തിൽ അവർ പോയത് എങ്ങനെ എന്നല്ല ഉള്ളത്, ഷമീൽ എങ്ങനെയാണ് പോയത് എന്നാണ്. അപ്പോൾ ഉത്തരത്തിലും ഷമീൽ പോയത് എന്നാണ് വരേണ്ടത്. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ദഹബ ഷമീലുൻ ഷമീൽ പോയി. ഇലൽ ഫുന്ദുഖി ഹോട്ടലിലേക്ക്. ഫി സയ്യാറത്തിൽ ഉജ്റ ടാക്സി കാറിൽ. ഓക്കെ, ഷമീൽ എങ്ങനെ പോയി എന്നുള്ള ചോദ്യത്തിൽ ഷമീൽ പോയി എന്ന് തന്നെ ഉത്തരം വരണം. അടുത്ത ചോദ്യം, ശഅറ ഷമീലുൻ അന്ന ദാലിക സ്വബാഹ അക്സറ ജമാലൻ ആ പ്രഭാതം കൂടുതൽ ഭംഗിയുള്ളതായിട്ട് ഷമീലിന് തോന്നി. ലിമാദ എന്തുകൊണ്ടാണ് ആ പ്രഭാതം കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഷമീലിന് തോന്നിയത്? അതിന്റെ ഉത്തരം ഇവിടെ ഉണ്ടല്ലേ. ലി അന്നഹു അവ്വലു മറത്തിൻ യുസാഫിർ ഫി ത്വാഇറ
എന്നത്. കാരണം അവൻ ആദ്യമായിട്ടാണ് പ്ലെയിനിൽ യാത്ര ചെയ്യുന്നത്. അതോർത്തിട്ടാണ് കൂടുതൽ ഭംഗിയുള്ളതായിട്ട് തോന്നിയത്. അതിന്റെ ഉത്തരം എങ്ങനെ എഴുതാം? ഇതിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. ഒരു ഷമീലുൻ എന്ന് കൂട്ടിച്ചേർത്താൽ മാത്രം മതി. ഷഅറ ഷമീലുൻ അന്നദാലിക സബാഹ അക്സറ ജമാലൻ. ഷമീലിന് ആ പ്രഭാതം കൂടുതൽ ഭംഗിയുള്ളതായിട്ട് തോന്നി. ലി അന്നഹു അവ്വല മറത്തിൻ യുസാഫിറു ഫി ത്വാഇറ. കാരണം അവൻ ആദ്യമായിട്ടാണ് പ്ലെയിനിൽ യാത്ര ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, നഖ്താറുൽ ജവാബ സ്വഹീഹ മിനൽ ഖൗസൈനി. ബ്രാക്കറ്റിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കണം. നഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം, അൽ ജവാബ സ്വഹീഹ ശരിയായ ജവാബ് ഉത്തരം, മിനൽ ഖൗസൈനി ബ്രാക്കറ്റിൽ നിന്നും. ചോദ്യം, ഐന ഹബത്തത്തി ത്വാഇറത്തു. വിമാനം എവിടെയാണ് ലാൻഡ് ചെയ്തത്? ഐന ഹബത്തത്ത് എവിടെ ലാൻഡ് ചെയ്തു? അത്വാഇറത്ത് വിമാനം. ഓപ്ഷൻസ്, ഫിൽ മത്താരി എയർപോർട്ടിൽ, ഫി മൗഖിഫിൽ ഹാഫിലത്തി ബസ് സ്റ്റോപ്പിൽ, ഫിൽ മീനായി തുറമുഖത്ത് പോർട്ടിൽ. ഫിൽ മത്താരിയാണ് ശരി ഉത്തരം അല്ലെ, എയർപോർട്ടിലാണ് വിമാനം ലാൻഡ് ചെയ്യുക. അടുത്ത ചോദ്യം, നക്തഷിഫു മിനൻ നസ്സി അൽ ജുമുഅ ലിൽ കലിമാത്തി താലിയ. താഴെയുള്ള വാക്കുകൾക്ക് ജംഅ് കണ്ടെത്താം. നക്തഷിഫു നമുക്ക് കണ്ടെത്താം, മിനൻ നസ്സി നസ്സുൽ നിന്നും. എന്താണ് നസ്സ്? ഈ ടെക്സ്റ്റ് എന്നാണ് നസ്സിന്റെ അർത്ഥം, അതായത് ഈ പാരഗ്രാഫ്. ഇതിൽ നിന്നും കണ്ടെത്താം. എന്ത് കണ്ടെത്താം? അൽ ജുമുഅ ജംഉകൾ കണ്ടെത്താം, ലിൽ കലിമാത്തി താലിയ താഴെയുള്ള വാക്കുകൾക്ക്. താഴെ രണ്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, ജബലുൻ ഗാബത്തുൻ. ഇവയുടെ ജംഉകൾ ഈ നസ്സിൽ നിന്നും കണ്ടെത്തണം. ജബലി മീൻസ് മല, അതിന്റെ ജമാണ് ഇവിടെയുള്ള ജിബാൽ അല്ലെ. ഗാബത്തിന്റെ ജമാണ് ഗാബാത്ത് കാടുകൾ. അപ്പോൾ അത് രണ്ടും ഇവിടെ എഴുതുക. അടുത്തത് നുക്മിലുൽ ഹിവാറ. ഹിവാറ പൂരിപ്പിക്കാം, സംഭാഷണം പൂർത്തിയാക്കാം. ഇതും പാഠഭാഗത്തുള്ള അതേ സംഭാഷണം തന്നെയാണ്, ആളുടെയും സ്ഥലത്തിന്റെയും പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. വായിച്ചു നോക്കാം. ذهب فؤاد مع أمه وأخيه إلى مكة لأداء العمرة. ഉംറ നിർവഹിക്കാൻ വേണ്ടി ഫുആദ് തന്റെ സഹോദരന്റെയും ഉമ്മയുടെയും കൂടെ മക്കയിലേക്ക് പോയി. ذهب ഫുആദുൻ ഫുആദ് പോയി, മഅ ഉമ്മിഹി വ അഖീഹി തന്റെ സഹോദരന്റെയും ഉമ്മയുടെയും കൂടെ, ഇലാ മക്കത്ത മക്കയിലേക്ക്, ലി അദാഇൽ ഉംറ ഉംറ നിർവഹിക്കാൻ വേണ്ടി. ലഖിയ ഫുആദുൻ ഷെയ്ഖൻ സുഊദിയൻ. അവിടെ വെച്ച് ഫുആദ് സഊദിക്കാരനായ ഒരു ഷെയ്ഖിനെ കണ്ടുമുട്ടി. ലഖിയ ഫുആദുൻ ഫുആദ് കണ്ടുമുട്ടി, ഷെയ്ഖൻ സഊദിയൻ സൗദിക്കാരനായ ഒരു ഷെയ്ഖിനെ. ഫജറ ബൈനഹുമാ ഹിവാറുൻ. അപ്പോൾ അവർക്കിടയിൽ ഒരു ഹിവാർ, ഒരു സംഭാഷണം നടന്നു. പാഠപുസ്തകത്തിൽ മിസ്റിലേക്ക് പോയ കുട്ടി മിസ്രിയായ ഒരു ഷെയ്ഖിനെയായിരുന്നു കണ്ടുമുട്ടിയത്. ഇതേ സംഭാഷണം അവരവിടെ നടത്തിയിട്ടുണ്ട്. ആ സംഭാഷണം വായിച്ച് മനസ്സിലാക്കിയവർക്ക് ഇത് വളരെ എളുപ്പമാണ്. ഒന്നാമത് ഫുആദ് എന്താണ് പറയുന്നത്? അസ്സലാമു അലൈക്കും. ഇവിടുന്ന് മുതൽ വായിച്ചു തുടങ്ങാം. ഇതേ വരി തന്നെയാണ് മേലെയും എഴുതിയിരിക്കുന്നത്. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ഫുആദ് അസ്സലാമു അലൈക്കും. അഷേഖ് വ അലൈക്കും അസ്സലാം. മസ്മുക നിന്റെ പേരെന്താണ്? ഫുആദ് ഇസ്മി ഫുആദ് എന്റെ പേര് ഫുആദ് എന്നാണ്. വ അൻത താങ്കളോ? അപ്പോ അദ്ദേഹം പറയുന്നു, അന ഇമ്രാൻ ഇബ്നു അബ്ദുൽ ഖാദിർ ഞാൻ ഇമ്രാൻ ഇബ്നു അബ്ദുൽ ഖാദിർ ആണ്. പിന്നെ ചോദിക്കുകയാണ്, അ അൻത ഹിന്ദിയുൻ നീ ഇന്ത്യക്കാരനാണോ? അപ്പോൾ ഫുആദ് എന്ത് പറയും? നഅം അതെ, അന ഹിന്ദിയുൻ ഞാൻ ഇന്ത്യക്കാരനാണ്. വ അൻത താങ്കളോ? അഷേഖ് അന സഊദിയൻ ഞാൻ സൗദിക്കാരനാണ്. അതവിടെ മേലെ പറഞ്ഞിരുന്നു അല്ലെ, സൗദിക്കാരനായ ഷേഖിനെയാണ് കണ്ടുമുട്ടിയത് എന്ന്. ഐന അൻത ഫിൽ ഹിന്ദി ഇന്ത്യയിൽ നീ എവിടെയാണ്? അപ്പൊ ഫുആദ് പറയുന്നു, അനമിൻ വിലായത്ത് കേരള ഞാൻ കേരള സ്റ്റേറ്റിൽ നിന്നാണ്. അനമിൻ വിലായത്ത് കേരള കേരള സ്റ്റേറ്റിൽ നിന്ന്. അഷേഖ് ലഖദ് സുർതു കേരള ഫി സനത്തിൽ മാളിയ കഴിഞ്ഞ വർഷം ഞാൻ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. ലഖദ് സുർതു ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, കേരളം, ഫി സനത്തിൽ മാളിയത്തി കഴിഞ്ഞ വർഷം. അപ്പോൾ ഫുആദ് ചോദിക്കുന്നു, കൈഫ വിലായത്തുന ഞങ്ങളുടെ വിലായത്ത് ഞങ്ങളുടെ സ്റ്റേറ്റ് എങ്ങനെയുണ്ട്? അപ്പൊ ഷേഖ് എന്ത് ഉത്തരം പറയും? ജമീലുൻ ജിദ്ദൻ വളരെ മനോഹരമാണ് എന്ന് പറയാം. ഹൽ സുർത്ത വിജിഹാത്തി സിയാഹിയ നീ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ സന്ദർശിച്ചോ? അതായത് ഇവിടെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ സന്ദർശിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫുആദ് എന്ത് ഉത്തരം പറയും? നഅം സുർതു അതെ ഞാൻ സന്ദർശിച്ചു.
അന മസ്റൂർ ബിലിഖായിക. എന്നിട്ട് ഫോദ് പറയുകയാണ്, ഐ എം ഗ്ലാഡ് ടു മീറ്റ് യു. താങ്കളെ കണ്ടുമുട്ടിയതിൽ ഞാൻ സന്തോഷവാനാണ്. അഷേഖ് അന അയ്ളൻ മസ്റൂർ ബിലിഖായിക. നിന്നെ കണ്ടുമുട്ടിയതിൽ ഞാനും സന്തോഷവാനാണ്. ഇനി രണ്ടുപേരും പിരിഞ്ഞു പോവുകയാണ് അല്ലെ. അപ്പോൾ എന്ത് പറയാം? ഫുആദ് ഇലൽ ലിഖാ, സി യു. അഷേഖ് മഅ അസ്സലാമ, ബൈ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പിരിഞ്ഞു പോകാം. ഇങ്ങനെ പൂരിപ്പിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. നാലാമത്തെ ചോദ്യം, നഖറ ഉൽ മൻലൂമ, കവിത വായിച്ചു നോക്കാം. വനുജീബ് ഹസബൽ ഇർഷാദാത്ത്, എന്നിട്ട് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതാം. ആദ്യം കവിത വായിച്ചു നോക്കാം. ഇതും നമ്മുടെ ബുക്കിലുള്ള കവിത തന്നെയാണ്. ഹാസൂബുൻ സയ്യനലി ബൈത്തി, കമ്പ്യൂട്ടർ എന്റെ വീടിനെ അലങ്കരിച്ചു. യുർഷിദുനി യഹ്ഫലുലി വഖ്തി, എനിക്ക് മാർഗദർശനം നൽകുന്നു, എന്നെ നയിക്കുന്നു. യഹ്ഫലുലി വഖ്തി, എന്റെ സമയം ലാഭിച്ചു തരുന്നു. യങ്കുലുനി നെഹ്വൽ ബുൽദാനി, വിവിധ രാജ്യങ്ങളിലേക്ക് എന്നെ അത് കൊണ്ടുപോകുന്നു. യുദ്ഖലുനി ജിസ്മൽ ഇൻസാനി, മനുഷ്യ ശരീരത്തിലേക്ക് എന്നെ അത് പ്രവേശിപ്പിക്കുന്നു. യഖറഉലി ഖസസൽ അജ്ദാദി, പൂർവ്വ പിതാക്കന്മാരുടെ കഥകൾ എനിക്ക് പറഞ്ഞു തരുന്നു. സഫഹാത്തിൻ തഹക്കിൽ അംജാദി, മഹാന്മാരുടെ കഥ പറയുന്ന സഫഹാത്ത് പേജുകൾ അതിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. യഫ്തഹുലി ബാബൽ മുസ്തഖ്ബൽ, ഭാവിയുടെ വാതിൽ എനിക്ക് മുമ്പിൽ കമ്പ്യൂട്ടർ തുറന്നിട്ട് തന്നു. ലി അസിയറ മുജിദ്ദൻ ലാ യഗ്ഫൽ, അശ്രദ്ധയിലാകാത്ത മടിയനാകാത്ത ഒരു കഠിനാധ്വാനിയായി തീരാൻ വേണ്ടി, ഞാനൊരു കഠിനാധ്വാനിയായി തീരാൻ വേണ്ടി എനിക്ക് ഭാവിയുടെ വാതിൽ കമ്പ്യൂട്ടർ തുറന്നു തന്നു. ഇനി ഇതിലുള്ള ചോദ്യങ്ങൾ നോക്കാം. നക്തശിഫു വനക്തുബു സുതൂറ അൽ മുവാഫിഖത ലി തസ്രീഹാത്തി, താഴെയുള്ള തസ്രീഹാത്തിന്, താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകൾക്ക് അനുയോജ്യമായ വരികൾ കവിതയിൽ നിന്നും കണ്ടെത്താം. അപ്പോൾ സ്റ്റേറ്റ്മെന്റുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 2 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെന്റുകൾക്കും യോജിക്കുന്ന വരികൾ ഈ കവിതയിൽ നിന്നും കണ്ടെത്തണം. ആദ്യം സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കാം. അൽ ഹാസൂബു സീനത്തു ബൈത്തി, കമ്പ്യൂട്ടർ എന്റെ വീടിന്റെ അലങ്കാരമാണ്. വഹ്വ യുസാഇദുനി, അതെന്നെ സഹായിക്കുന്നു. അലാ ഹിഫ്ലി ഔഖാത്തി, എന്റെ സമയം ലാഭമാക്കാൻ. ഈ സ്റ്റേറ്റ്മെന്റിന്റെ ആശയം ഉള്ള വരി ഏതാണ്? ഒന്നാമത്തെ വരിയാണ് അല്ലെ. ഹാസൂബുൻ സയ്യന ലി ബൈത്തി യുർഷിദുനി യഹ്ഫലു ലി വഖ്തി. ഈ വരിയാണ് ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ആശയം ഉൾക്കൊള്ളുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, യഫ്തഹുൽ ഹാസൂബു, കമ്പ്യൂട്ടർ തുറന്നു തരുന്നു. ബാബൽ മുസ്തഖ്ബൽ, ഭാവിയുടെ വാതിൽ. ഇത് ഏത് വരിയിലാണുള്ളത്? ഇത് ഏറ്റവും അവസാനത്തെ വരിയിലാണുള്ളത് അല്ലെ. യഫ്തഹി ബാബൽ മുസ്തഖ്ബൽ ലി അസിറ മുജിദ്ദൻ ലാ യഗ്ഫൽ. അപ്പോൾ ഈ ബാഇന്റെ ഉത്തരമായിട്ട് ഈ വരി, അവസാനത്തെ വരി എഴുതാം. രണ്ടാമത്തെ ചോദ്യം, നഖ്താറു മിനൽ മൻലൂമി അൽ കലിമാത്തുൽ മുതനാവിമ, കവിതയിൽ നിന്നും റൈമിംഗ് വേർഡ്സ് കണ്ടെത്തണം. അൽ കലിമാത്തുൽ മുതനാവിമ കണ്ടെത്തണം. ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, ബൈത്തി. അടുത്തത് ഏതൊക്കെയാണ്? ബാക്കിയുള്ളവ നമ്മൾ ഇവിടെ എഴുതണം. 4 എണ്ണം കൂടെ എഴുതണം. ഏതൊക്കെയാണ്? അൽ കലിമാത്തുൽ മുതനാവിമ, അവസാനം ഒരേ രൂപത്തിൽ വരുന്ന വാക്കുകളാണ് അൽ കലിമാത്തുൽ മുതനാവിമ. ഇവിടെ ബൈത്തി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഇതാണ് ബൈത്തി. കവിതയിലെ ഓരോ വരിയിലെയും അവസാനത്തെ വാക്കുകൾ, ഒരു വരിയിൽ തന്നെ 2 ഭാഗമുണ്ട് അല്ലെ. ഹാസൂബിൻ സയ്യൻ ലി ബൈത്തി എന്നതൊരു ഭാഗം, യുർഷിദുനി യഹ്ഫലു ലി വഖ്തി എന്നത് രണ്ടാമത്തെ ഭാഗം. അങ്ങനെ ഓരോ വരിക്കും 2 ഭാഗങ്ങളുണ്ട്. ആ 2 ഭാഗങ്ങളിലെയും അവസാനത്തെ വാക്കുകൾ ഒരേപോലെ വന്നിട്ടുണ്ടാകും. അങ്ങനെ ഒരേപോലെ വന്ന വാക്കുകൾക്കാണ് അൽ കലിമാത്തുൽ മുതനാഗിമ എന്ന് പറയുന്നത്. അപ്പോൾ ബൈത്തി എന്നതും വഖ്തി എന്നതും അൽ കലിമാത്തുൽ മുതനാഗിമയാണ്. ബൈത്തി എന്നവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ കള്ളിയിൽ വഖ്തി എന്ന് എഴുതുക. അടുത്ത വരിയിൽ നോക്കൂ. യങ്കുലിനി നെഹ്വൽ ബുൽദാനി യുദ്ഖലുനി ജിസ്മൽ ഇൻസാനി അല്ലെ. അൽ ബുൽദാനി എന്നതും അൽ ഇൻസാനി എന്നതും അൽ കലിമാത്തുൽ മുതനാഗിമത്താണ്. അതുകൊണ്ട് ഈ 2 വാക്കുകളും അൽ ബുൽദാനി എന്നും അൽ ഇൻസാനി എന്നും അടുത്ത 2 കള്ളികളിൽ എഴുതാം. പിന്നെ ഇവിടെ അൽ അജ്ദാദി അൽ അംജാദി ഇവ 2ഉം എഴുതാം. അൽ മുസ്തഖ്ബൽ ലാ യഗ്ഫൽ അത് ഒരുമിച്ച് എഴുതുക. അങ്ങനെ ഇവയും എഴുതാം. ഇവിടെ 4 എണ്ണം മാത്രം എഴുതിയാൽ മതിയാകും. മൂന്നാമത്തെ ചോദ്യം, ഇലാ ഐന യങ്കുലുന അൽ ഹാസുബു, കമ്പ്യൂട്ടർ നമ്മളെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? എങ്ങോട്ടേക്കാണ്? ഇലൽ ഖറിയത്തി, ഗ്രാമത്തിലേക്കാണോ? അല്ല. ഇലൽ ബുൽദാനി, രാജ്യങ്ങളിലേക്കാണോ? അതെ. അടുത്തത് ഇതും പുസ്തകത്തിലുള്ള അതേ ചോദ്യം തന്നെ. നുഇദ്ദുൽ ഇഅലാന, നമുക്ക്
ഇഅ്ലാൻ നോട്ടീസ് അല്ലെങ്കിൽ പരസ്യം തയ്യാറാക്കാം. തജ്രി മുസാബഖത്തുൽ ഖുത്ബത്തി പ്രസംഗ മത്സരം നടക്കുകയാണ്. ഫി മക്തബത്തിൽ ഖറിയത്തി ബി കണ്ണൂർ കണ്ണൂരിലെ ഒരു ഗ്രാമത്തിലെ ലൈബ്രറിയിൽ വെച്ച്. ബി മുനാസബത്തി യൗമിൽ ഇസ്തിഖ്ലാൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച്. ബി മുനാസബത്തി മീൻസ് അനുബന്ധിച്ച്. എന്തിനോടനുബന്ധിച്ചാണ് മത്സരം നടക്കുന്നത്? യൗമിൽ ഇസ്തിഖ്ലാൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച്. ഫർറജാഉ മിനൽ മുശാരിക്കീന അത്തസ്ജീല അപ്പോൾ പങ്കെടുക്കുന്നവർ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ നടത്തണം. ഖബ്ല അശറത്തി ഓഗസ്തുസ് 2025 മീലാദിയ 2025 ഓഗസ്റ്റ് 10 മുമ്പായിട്ട് പങ്കെടുക്കുന്നവർ ദയവ് ചെയ്ത് രജിസ്ട്രേഷൻ നടത്തണം. നുഇദ്ദുൽ ഏലാന ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഏലാൻ നമുക്ക് തയ്യാറാക്കാം. തസുറു എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷിക്കുന്നു അല്ലെ? സന്തോഷമുണ്ട്. ആർക്ക് സന്തോഷമുണ്ട്? ആരാണ് മത്സരം നടത്തുന്നത്? അവർക്ക് സന്തോഷമുണ്ട്. ഇവിടെ ആരാണ് മത്സരം നടത്തുന്നത്? മക്തബത്തുൽ ഖറിയത്ത് ബി കണ്ണൂർ കണ്ണൂരിലെ മക്തബത്തുൽ ഖറിയത്താണ്, ഗ്രാമത്തിലെ ലൈബ്രറിയാണ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ അവരുടെ പേരാണ് എഴുതേണ്ടത്. എന്തെഴുതും? തസുറു മക്തബത്തുൽ ഖറിയത്ത് ബി കണ്ണൂർ കണ്ണൂരിലെ ഖറിയത്തിലെ മക്തബത്ത് സന്തോഷിക്കുന്നു. എന്തിനെ? ബി ഏലാനി അനൗൺസ് ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നു. അതായത് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്തിനെക്കുറിച്ച് അനൗൺസ് ചെയ്യുന്നതിലാണ് ഞങ്ങൾക്ക് സന്തോഷമുള്ളത്? ഞങ്ങളൊരു പ്രസംഗ മത്സരം നടത്തുന്നു എന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതാണ് എഴുതേണ്ടത്. അപ്പോൾ തസുറു മക്തബത്തുൽ ഖറിയത്ത് ബി കണ്ണൂർ ബി ഏലാനി അനൗൺസ് ചെയ്യുന്നതിൽ ഇവർക്ക് സന്തോഷമുണ്ട്. എന്ത് അനൗൺസ് ചെയ്യുന്നതിൽ? മുസാബഖത്തിൽ ഖുത്ബത്തി പ്രസംഗ മത്സരം. പ്രസംഗ മത്സരം അനൗൺസ് ചെയ്യുന്നതിൽ കണ്ണൂർ ലൈബ്രറിക്ക് സന്തോഷമുണ്ട്. ബി മുനാസബത്തി ഡാഷ് ബി മുനാസബത്തി അനുബന്ധിച്ച്. എന്തിനോടനുബന്ധിച്ചാണ് പ്രസംഗ മത്സരം? ബി മുനാസബത്തി യൗമിൽ ഇസ്തിഖ്ലാൽ. അപ്പോൾ യൗമിൽ ഇസ്തിഖ്ലാൽ എന്നിവിടെ എഴുതുക. ബി മുനാസബത്തി യൗമിൽ ഇസ്തിഖ്ലാൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പ്രസംഗ മത്സരം നടത്തുന്ന കാര്യം നിങ്ങളെ ഏലാൻ ചെയ്യുന്നതിൽ, നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഫർറജാഉ മിനൽ മുശാരിക്കീന പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യണം? അത്തസ്ജീൽ രജിസ്ട്രേഷൻ ചെയ്യണം. അബറ മൗഖിൽ മക്തബത്തി ലൈബ്രറിയുടെ മൗഖി വെബ്സൈറ്റിലൂടെ. അബറ മീൻസ് ത്രൂ, അതിലൂടെ. അബറ മൗഖിൽ മക്തബ ലൈബ്രറിയുടെ വെബ്സൈറ്റിലൂടെ രജിസ്ട്രേഷൻ നടത്തണം. ഫി അക്റബി വക്തിൻ മുംകിനിൻ ആസ് സൂൺ ആസ് പോസിബിൾ കഴിയുന്നത്ര വേഗം. പിന്നെ താരിഖു നിഹായത്തി തസ്ജീൽ രജിസ്ട്രേഷൻ അവസാനിക്കുന്ന തീയതി, അതായത് ലാസ്റ്റ് ഡേറ്റ്. രജിസ്ട്രേഷന്റെ അവസാന തീയതി എപ്പോഴാണ്? ഒരു ഡേറ്റ് ഇവിടെ കൊടുക്കുക. ആ ഡേറ്റ് വരെ രജിസ്ട്രേഷൻ നടത്താം. അത് കഴിഞ്ഞാൽ നടത്താൻ കഴിയില്ല. മൗഖിഉ തസ്ജീൽ രജിസ്ട്രേഷൻ വെബ്സൈറ്റ്. മൗഖിഉൽ മക്തബ ഏത് വെബ്സൈറ്റിലാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്? മക്തബ ലൈബ്രറിയുടെ വെബ്സൈറ്റിൽ. താരിഖുൽ ബർനാമജ് പ്രോഗ്രാം ഡേറ്റ്. ഇവിടെ ഒരു ഡേറ്റ് എഴുതുക. അതായത് പ്രസംഗ മത്സരം എപ്പോഴാണ് നടക്കുന്നത് എന്ന് ഇവിടെ എഴുതുക. ഇതാണൊരു നോട്ടീസ്. ഓക്കെ. ഇനി നുക്മിലു ഇസ്തിമാറത്ത തസ്ജീൽ റഖ്മി ഡിജിറ്റൽ രജിസ്ട്രേഷൻ ഫോം നമുക്ക് പൂരിപ്പിക്കാം. നുക്മിലു നമുക്ക് പൂരിപ്പിക്കാം. ഇസ്തിമാറത്ത തസ്ജീൽ രജിസ്ട്രേഷൻ ഫോം റഖ്മി ഡിജിറ്റൽ, അതായത് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ നടത്താം. തജ്രി മുസാബഖത്തു ഇൻഷാദുൽ മൻലൂം കവിതാലാപന മത്സരം നടക്കുകയാണ്. തജ്രി നടക്കുന്നുണ്ട്. മുസാബഖത്തു മത്സരം, ഇൻഷാദുൽ മൻലൂം കവിത ആലാപനത്തിന്റെ. ബി മുനാസബത്തി യൗമിൽ ബിയത്തി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച്. യൗമുൽ ബിയ പരിസ്ഥിതി ദിനം. തഹത്ത ഇഷ്റാഫിൽ മജ്ലിസിൽ ഖറവി ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ. നുക്മിലു ഇസ്തിമാറത്ത തസ്ജീൽ അതിന്റെ രജിസ്ട്രേഷൻ ഫോം നമുക്ക് പൂരിപ്പിക്കാം. ഒരു മൊബൈൽ ഫോണിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നു അല്ലേ? മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്ന രജിസ്ട്രേഷൻ ഫോമാണിത്. ഇതെങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം. അൽ ഇസ്മുൽ കാമിലാണ് ആദ്യം എഴുതേണ്ടത്. എന്താണ് അൽ ഇസ്മുൽ കാമിൽ? ഫുൾ നെയിം, മുഴുവൻ പേര്, പങ്കെടുക്കുന്നയാളുടെ മുഴുവൻ പേര്. ഇവിടെ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു പേര് എഴുതി വെക്കുക. ഇസ്മുൽ മദ്രസ നെയിം ഓഫ് സ്കൂൾ, സ്കൂളിന്റെ പേര്.
ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേരും എഴുതുക. അൽ ജിൻസ് ജെൻഡർ, സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത്. മെയിൽ ഓർ ഫീമെയിൽ, മെയിലാണെങ്കിൽ പുരുഷനാണെങ്കിൽ റക്കർ എന്നെഴുതുക, ഫീമെയിൽ ആണെങ്കിൽ അതായത് സ്ത്രീയാണെങ്കിൽ ഉൻസ എന്നും എഴുതുക. അസഫ് ക്ലാസ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അസഫ് സാദിസ് 6ാം ക്ലാസ്. താരിഖുൽ വിലാദ ഡേറ്റ് ഓഫ് ബർത്ത്, അതിവിടെ ഒരു ഡേറ്റ് എഴുതുക. അൽ ഉൻവാൻ അഡ്രസ്, ഇവിടെ ഒരു അഡ്രസ്സ് എഴുതുക, ഒരു വീട്ടുപേരും നാട്ടിൻ്റെ പേരും എഴുതുക, അത്രയും മതിയാകും. റഖമു തവാസുൽ കോണ്ടാക്ട് നമ്പർ, കോണ്ടാക്ട് ചെയ്യാൻ ബന്ധപ്പെടാനുള്ള നമ്പർ, ഒരു ഫോൺ നമ്പർ ഇവിടെ എഴുതുക. അങ്ങനെ എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം തഖ്ദീം ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഈ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യപ്പെടും. തഖ്ദീം മീൻസ് സബ്മിറ്റ്. ഓക്കെ, അത് പൂരിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, നസ്ലു ബൈനൽ അമൂദൈനി, ചേരുംപടി ചേർക്കുക. നസ്ലു ബൈനൽ അമൂദൈനി മീൻസ് ചേരുംപടി ചേർക്കാം. ഈ 2 കോളത്തിലെയും വാക്കുകൾ തമ്മിൽ ചേരുന്നവ പരസ്പരം ചേർത്ത് വെക്കാം. അസ്സബാഹ് പ്രഭാതം, അൽ ഹിന്ദ് ഇന്ത്യ, അൽ ഔലാദ് കുട്ടികൾ, അൽ മിർവഹത്ത് ഫാന്. ഇത് മുഴുവൻ വായിച്ചതിന് ശേഷം വേണം ഇവിടെ വായിക്കാൻ. അപ്പോൾ ഇത് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ഉത്തരം മുഴുവൻ കിട്ടിയിട്ടുണ്ടാകും. യൽ അബൂന കളിക്കുന്നു, ഇത് പറയുമ്പോഴേക്കും ഇത് ഏതിനോടാണ് യോജിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഏതായാലും മുഴുവൻ വായിച്ചു നോക്കാം. മുഴുവൻ വായിച്ചതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാൻ തുടങ്ങാവൂ. അൽ കഹറബ വൈദ്യുതി ഇലക്ട്രിസിറ്റി, ഖാറത്തു ആസിയ ഏഷ്യ ഭൂഖണ്ഡം, അൽ ഫതൂർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അസ്വബാഹിനോട് ചേരുന്നത് ഏതാണ്? പ്രഭാതത്തിനോട് ചേരുന്നത് ഇതൊന്നും ചേരുന്നില്ല, അൽ ഫതൂർ ആണ് ചേരുന്നത് അല്ലേ, ബ്രേക്ക്ഫാസ്റ്റ്. അവ തമ്മിൽ യോജിപ്പിക്കുക. അടുത്തത് അൽ ഹിന്ദു ഇന്ത്യ, ഇന്ത്യയോട് യോജിക്കുന്നത് ഖാറത്തു ആസിയ ഏഷ്യ ഭൂഖണ്ഡം എന്നതാണ്. പിന്നെ അൽ ഔലാദു കുട്ടികൾ, അതിനോട് യോജിക്കുന്നത് യൽ അബൂന കളിക്കുന്നു. ഓക്കെ, അൽ മിർവഹത്ത് ഫാന്, അൽ കഹറബാവ് വൈദ്യുതി. എല്ലാം യോജിക്കുന്നതാണ്, പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഔ എന്ന് പറഞ്ഞുകൊണ്ടാണുള്ളത് അല്ലേ. അപ്പോൾ ഒന്നുകിൽ ഇത് എഴുതാം അല്ലെങ്കിൽ ഇത് എഴുതാം. ഔ എന്ന് പറഞ്ഞുകൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അത് ശ്രദ്ധിക്കുക. നഖറ ഉൽ ഫിക്രത്ത പാരഗ്രാഫ് വായിക്കാം, വനുജീബു എന്നിട്ട് ഉത്തരം എഴുതാം. നുക്മിലുൽ ഫിക്രത്ത പാരഗ്രാഫ് പൂരിപ്പിക്കണം. ബി മുസാഅദത്തിൽ കലിമാത്തി വാക്കുകളുടെ സഹായത്തോടെ, ബി മുസാഅദത്തി സഹായത്തോടെ, അൽ കലിമാത്തി വാക്കുകളുടെ, ഫിൽ മുറബ്ബ മുറബ്ബയിലുള്ള കള്ളിയിലുള്ള ചതുരത്തിലുള്ള വാക്കുകളുടെ സഹായത്തോടെ ഈ പാരഗ്രാഫ് പൂരിപ്പിക്കണം. മഅ തബ്ദീലാത്തിൽ ലാസിമ ആവശ്യമായ മാറ്റങ്ങളോടെ, മഅ തബ്ദീലാത്ത്, തബ്ദീലാത്ത് മീൻസ് മാറ്റങ്ങൾ, മഅ തബ്ദീലാത്തി മാറ്റങ്ങളോടെ, അതായത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, അല്ലാസിമ ആവശ്യമായ, കള്ളിയിലുള്ള എന്ന് പറഞ്ഞല്ലോ, കള്ളിയിലുള്ള വാക്കുകൾ, ആ വാക്കുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വേണം അവ പൂരിപ്പിക്കാൻ. വായിച്ചു നോക്കാം. ആത്തിഫുൻ വ ഉമ്മുഹു വ അബൂഹു, ആത്തിഫും, ആത്തിഫ് ഒരു കുട്ടിയുടെ പേരാണ്, വ ഉമ്മുഹു അവന്റെ ഉമ്മയും, വ അബൂഹു അവന്റെ ഉപ്പയും, എല്ലാവരും കൂടെ ഡാഷ്. എന്നിട്ട് ഇവിടെ ബ്രാക്കറ്റിൽ ഒരു റക്കിബ എന്ന് കൊടുത്തിട്ടുണ്ട്. അൽ കലിമാത്തു ഫിൽ മുറബ്ബ ചതുരത്തിലുള്ള വാക്കുകൾ എന്ന് പറഞ്ഞത് ഈ ബ്രാക്കറ്റിലുള്ള വാക്കുകളെ കൊണ്ടാണ്. ബ്രാക്കറ്റിലുള്ളത് എന്താണ്? റക്കിബ എന്നാണ്. അപ്പോൾ ഈ വാക്കാണ് ഇവിടെ നമ്മൾ ചേർക്കേണ്ടത്. ഈ വാക്ക് ഇതേ രൂപത്തിൽ ഇവിടെ എടുത്തെഴുതിയാൽ മതിയോ? പോരാ. കാരണം ഈ വാക്ക് ഇവിടെ എഴുതിയാൽ അർത്ഥം എന്തായിരിക്കും? കയറി, അവൻ കയറി എന്നാണ്. ഇത് അവനാണോ? ഇവരെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അവർ എന്നാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ റക്കിബ എന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം റക്കിബ മുഫ്രദാണ്, ഏകവചനമാണ്. ഇവർ കുറെ പേരുണ്ട്, അപ്പോൾ ബഹുവചനമാണ്, ജം ആണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? ജം ആക്കണം. അതങ്ങനെ റക്കിബു അവർ കയറി എന്ന്. അപ്പോൾ ഹാത്തിഫും വ ഉമ്മുഹു വ അബൂഹു റക്കിബു, ഹാത്തിഫും ഉമ്മയും ഉപ്പയും കയറി, റക്കിബു കയറി. എവിടെ കയറി? അസയ്യാറത്ത കാറിൽ കയറി. എന്തിനു വേണ്ടി? ലി സഹാബി പോകാൻ വേണ്ടി, ഇലാ മഹല്ലിൽ അക്മിഷത്തി ടെക്സ്റ്റൈൽസ് ഷോപ്പിലേക്ക്. മഹല്ലുൽ അക്മിഷ തുണിക്കട, ടെക്സ്റ്റൈൽസ്, ടെക്സ്റ്റൈൽസിലേക്ക് പോകാൻ വേണ്ടി കാറിൽ കയറി. അങ്ങനെ ഡേഷ് ഫിൽ മഹല്ലി അവർ ഷോപ്പിൽ എത്തി. കാരണം
വസല എന്നാണ് ബ്രാക്കറ്റിലുള്ളത്. വസല എന്ന് പറഞ്ഞാൽ എത്തി. അവരെത്തി എന്നാണ് ഇവിടെ പറയേണ്ടത്. വസല എന്ന് വെച്ചാൽ അവൻ എത്തി എന്നാണ്. ഇത് മാറ്റിയിട്ട് അവർ എത്തി എന്നാക്കണം. അതിനെന്താണ് വെക്കുക? വസലു, അവർ എത്തി. ഇവിടെ റക്കിബു എന്ന് പറഞ്ഞില്ലേ, അതേ രൂപത്തിൽ വസലയെ വസലു എന്നാക്കണം. അവർ എത്തി. ഫിൽ മഹല്ലി, ഷോപ്പിലെത്തി. ബഅദൽ ളുഹ്രി, ളുഹറിന് ശേഷം, ഉച്ചയ്ക്ക് ശേഷമാണ് അവർ ഷോപ്പിലെത്തിയത്. വ ഡേഷ് അൽ ഗദാ, ഗദാ ലഞ്ച്. ലഞ്ച് കഴിച്ചു എന്നാണ് അല്ലേ. കഴിച്ചു എന്നതിന് തനാവല എന്നാണ് പറയുക. തനാവല എന്ന് പറഞ്ഞാൽ അവൻ കഴിച്ചു. ഇവിടെ അവരാണല്ലേ. അപ്പോൾ വ തനാവലു അൽ ഗദാ, അവർ ലഞ്ച് കഴിച്ചു. മഅൻ, ഒരുമിച്ച്. അവരൊരുമിച്ച് ലഞ്ച് കഴിച്ചു. അൽ ഗദാ ലഞ്ച്. ഡേഷ് അൽ മലാബിസ, എന്നിട്ടോ വസ്ത്രങ്ങൾ ഡേഷ് ഇസ്തറ എന്നാണ് ബ്രാക്കറ്റിലുള്ളത്. ഇസ്തറ വാങ്ങി, അവർ വാങ്ങി എന്നാണ് അല്ലേ. അപ്പോൾ ഇസ്തറൗ, ഇസ്തറൗ അൽ മലാബിസ, അവർ വസ്ത്രങ്ങൾ വാങ്ങി. വ ഡേഷ് അൽ അസീറ, എന്നിട്ട് അസീർ ഡേഷ് കുടിച്ചു. ഷരിബ, കുടിച്ചു. അവർ കുടിച്ചു എന്ന് പറയുമ്പോൾ ഷരിബു. വ ഷരിബു അൽ അസീറ, അവർ ജ്യൂസ് കുടിച്ചു. വ ഡേഷ്, വ റജഅയാണുള്ളത് അല്ലേ. വ റജഉ, അവർ മടങ്ങി. ഇലൽ ബൈത്ത്, വീട്ടിലേക്ക്. മസാഅൻ, വൈകുന്നേരം. ഇങ്ങനെ പൂരിപ്പിക്കുക. ഇനി ഇതിലുള്ള ബ. മുനീറുൻ വലതുൻ മാഹിറുൻ. മുനീർ ഒരു നിപുണനായ കുട്ടിയാണ്, നല്ല കഴിവുള്ള കുട്ടിയാണ് മുനീർ. യൗമൻ, ഒരു ദിവസം. ദഹബ മഅ അഖീഹി ഇല ഊട്ടി, അവൻ തന്റെ സഹോദരന്റെ കൂടെ ഊട്ടിയിലേക്ക് പോയി. ദഹബ, അവൻ പോയി. മഅ അഖീഹി, തന്റെ സഹോദരനോടൊപ്പം. ഇല ഊട്ടി, ഊട്ടിയിലേക്ക്. അങ്ങനെ ഊട്ടിയിലെത്തിയപ്പോൾ റഅ സ്വദീഖഹു ജമാലൻ, തന്റെ കൂട്ടുകാരനായ ജമാലിനെ കണ്ടു. റഅ, അവൻ കണ്ടു. സ്വദീഖഹു ജമാലൻ, തന്റെ കൂട്ടുകാരനായ ജമാലിനെ. ഷാഹദു മനാളിറ ജസാബത്തൻ, അവർ ജസാബത്ത്, ആകർഷകമായ മനോഹരമായ മനാലിർ, കാഴ്ചകൾ അവർ കണ്ടു. ഷാഹദു, അവർ കണ്ടു. മനാലിറ ജസാബത്തൻ, ആകർഷകമായ കാഴ്ചകൾ. ലഅബു ഖുറത്തൽ ഖദമി ഫിൽ മൈദാൻ, അവർ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചു. ഷരിബു അൽ അസീറ, അവർ ജ്യൂസ് കുടിച്ചു. മഅൻ, ഒരുമിച്ച്. വറജഉ മസാഅൻ, വൈകുന്നേരം മടങ്ങി. നുമയ്യിസുൽ അഫ്ആല, നമുക്ക് ഫിഇലുകൾ വേർതിരിക്കാം. ലിലമാഇറ ഹുവ ഹും, ഹുവ ഹും എന്നീ ലമീറുകൾക്ക് വേണ്ടി ഫിഇലുകളെ വേർതിരിക്കാം. ഹും എന്ന് പറഞ്ഞാൽ അവർ, ഹുവ അവൻ. ഈ രണ്ട് ലമീറുകൾക്കും വേണ്ടി ഇവിടെയുള്ള ഫിഇലുകളെ വേർതിരിക്കണം. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹും, അവർ. ഷാഹദു, കണ്ടു. ഹും ഷാഹദു, അവർ കണ്ടു. ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി എന്നാണ്. ദഹബു എന്നാണ് അവർ പോയി എന്നുള്ളതിന് പറയുക. അപ്പോൾ ദഹബയിലുള്ള ലമീർ ഏതാണ്? ഹുവയാണ്. ഷാഹദു എന്ന് പറഞ്ഞാൽ അവർ കണ്ടു. അവൻ കണ്ടു എന്നതിന് ഷാഹദ എന്നാണ് പറയുക. ഷാഹദു, അവർ കണ്ടു. അപ്പോൾ ഇതിലുള്ള ലമീർ ഏതാണ്? ഹും ആണ്, അവർ എന്നാണ് അല്ലെ. അവർ എന്നത് ഹും, അവൻ എന്നത് ഹുവ. അടുത്ത ഫേല് റഅ, അവൻ കണ്ടു. ഇതിലുള്ള ലമീർ ഏതാണ്? ഹുവ, അവൻ. പിന്നെ ഷരിബു, അവർ കുടിച്ചു. ഇതിലുള്ള ലമീർ ഏതാണ്? ഹും, അവർ. ലഅബു, അവർ കളിച്ചു. ഇതിലുള്ള ലമീർ ഹും, അവർ. ഇങ്ങനെ ഇവ പരസ്പരം യോജിപ്പിക്കാം. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ മാളിയായ ഫേല് സർഫാക്കാൻ പഠിക്കണം. മാളിയായ ഫേല് സർഫാക്കുന്ന വീഡിയോസ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്, അവ കാണുക. സർഫാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്രയുമാണ് ചോദ്യങ്ങളുള്ളത്. പാഠപുസ്തകം കൃത്യമായി വായിച്ചു പഠിച്ചാൽ ഈ എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായി ഉത്തരം എഴുതാവുന്നതാണ്. മുഴുവൻ പാഠങ്ങളുടെയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 6ാം ക്ലാസ് എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മുഴുവൻ വീഡിയോസും കാണാവുന്നതാണ്.